മക്കളെ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നൊരു പ്രധാനപ്പെട്ട ക്ലാസ്സാണെന്ന് പറയാൻ കാരണം, ഈ ക്ലാസ് കഴിഞ്ഞാലേ നമുക്ക് ഈ പഠിച്ച എല്ലാവരും നമ്മളൊന്ന് ഗ്രൂപ്പൊക്കെ ആക്കണ്ടേ. ഒരു ലൈവ് ക്ലാസ്സിൽ ടീച്ചർ ഗ്രൂപ്പിനെ ടീച്ചർ വീട്ടിൽ കയറ്റി എന്നുള്ള ഒരു ക്ലാസ് എടുത്തായിരുന്നു. പക്ഷെ അപ്പോഴും അതിന് യഥാർത്ഥമായ കാരണം ടീച്ചർ പറഞ്ഞിട്ടുണ്ടായില്ല. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ 36 അ എന്നുള്ള ശബ്ദത്തിൽ അവസാനിക്കുന്ന അക്ഷരങ്ങളും പഠിച്ചു, 5 ചില്ലക്ഷരങ്ങളും പഠിച്ചു. ഈ അക്ഷരങ്ങൾ നമ്മൾ വ്യഞ്ജനങ്ങൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ചില്ലക്ഷരങ്ങൾ വരുമോ എന്ന് ചോദിച്ചാൽ അത് വിദഗ്ധർക്കേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും 36 അക്ഷരങ്ങൾ അ എന്നുള്ള ശബ്ദത്തിൽ അവസാനിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവരെയൊക്കെ നമുക്കൊന്ന് കൂട്ടിച്ചേർക്കണം. പലതരത്തിൽ ഇവരെ നമുക്ക് കൂട്ടുകാരാക്കാൻ പറ്റും. അതിന് നമ്മൾ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ് ചന്ദ്രക്കല. ചന്ദ്രക്കല എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? നമ്മൾ അമാവാസി, പൗർണമിയിലേക്ക് കടക്കുമ്പോൾ ചന്ദ്രന്റെ വൃത്താകൃതി കൂടി പൂർണ്ണചന്ദ്രനാകും. അതിനുശേഷം ക്ഷയിച്ച് കലകൾ. ഇതിനെയാണ് കലകൾ എന്ന് പറയുന്നത്. നമ്മൾ സയൻസ് ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ മലയാള ഭാഷാ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിഹ്നം തന്നെയാണ് ചന്ദ്രക്കല. ഒത്തിരി ചിഹ്നങ്ങളുണ്ട്. നമ്മൾ ഈ വ്യഞ്ജനങ്ങൾ കഴിഞ്ഞ് സ്വരാക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ചിഹ്നങ്ങൾ ഒത്തിരി പഠിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട, ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ചിഹ്നമാണ് ചന്ദ്രക്കല. അപ്പൊ ആ ചന്ദ്രക്കല എന്നുള്ള ആ ചിഹ്നത്തിന് അക്ഷരങ്ങളെ തമ്മിൽ പല തരത്തിൽ കൂട്ടിച്ചേർക്കാനും പുതിയ അക്ഷരങ്ങൾ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ട്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടീച്ചർ 1 മുതൽ 11 വരെ 11 തരത്തിൽ ചന്ദ്രക്കല ഉപയോഗിച്ച് ടീച്ചർ പുതിയ അക്ഷരങ്ങളിൽ ഉപയോഗിച്ചു. ഇതിനെ കൂട്ടക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്. എന്നാൽ ഒറ്റ അക്ഷരങ്ങളും ഉണ്ട്. അത് നമുക്ക് എവിടെയാണെന്ന് വെച്ച് നോക്കാം. ഒന്നാമത്തത് ടീച്ചർ എഴുതിയിരിക്കുന്നത് 2 ഒരുപോലത്തെ അക്ഷരങ്ങൾ കൂട്ടി അതിന്റെ തനി രൂപം, ചന്ദ്രക്കല എന്ന മാറി അതേപോലത്തെ തന്നെ അക്ഷരങ്ങൾ ചേർന്ന രൂപം കിട്ടി അല്ലേ? ത. ഇതിന് ചന്ദ്രക്കല ഇടുമ്പോ ത എന്ന് പറയും. ഇപ്പൊ ത ത ത ത ത. എന്താണ് ത? ഒരു വാക്ക് പറയാമോ? ത വെച്ചിട്ട് തത്ത, കത്ത് അല്ലേ? പത്തിരി എന്നൊക്കെ പറയുന്നത് ഈ തായാണ്. ഈ തായും ചേർന്നത് തത്ത അല്ലേ? അപ്പൊ സെയിം ആയിട്ടുള്ള ഒരേപോലുള്ള അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പുതിയ അക്ഷരം ഉണ്ടാക്കുന്നു. ആ അക്ഷരം എങ്ങനെയാണ്? അതിന്റെ തന്നെ ചേർന്ന രൂപം. അടുത്തത് നോക്കിയേ, 2 ന ചേർന്ന് എന്തുണ്ടായി? ന. പക്ഷെ 4 ഉണ്ടാ. ഇവിടെ 2 ഇവിടെ 4 ഉണ്ടാ. ഇല്ല, 3 ഉള്ളൂ. ഇതിനെ പറയുന്നത് ഇന്ന എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞേ. നന്നായി, വന്നില്ലേ, ഇന്നലെ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ന. അതുകൂടെ ഇതിനൊരു വ്യത്യാസമുണ്ട്. കുറച്ചൊരു കുറവ് ഇവിടെ ഉണ്ട്. 2 ന ചേർന്നപ്പോൾ 4 വന്നില്ല, പകരം 3 വന്നിട്ടുള്ളൂ. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ, 2 ക ചേർന്നപ്പോൾ ഇതിന്റെ പോലെയാണോ വന്നേക്കണത്? 2 ക ചേർന്ന് 2 ഒന്നിച്ചുള്ള കായല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു ക പൂർണ്ണമായിട്ട് വന്ന് പിന്നെ ഒരു നമ്മുടെ രായുടെ ഒരു ഛായ പോലത്തെ ഒരു ചിഹ്നമാണ്. അത് ക. കക്ക, ചക്ക, ചാക്ക് എന്നൊക്കെ എഴുതണതിന്റെ ക. അപ്പൊ അത് 3ാമത്തെ തരം. അതിനെല്ലാം ചേർത്തുള്ളത് ആരാണ്? ചന്ദ്രക്കല. അടുത്ത നോക്കിയേ, യ ഒരുപോലെ 2 ചേർന്നപ്പോൾ എന്താ വന്നത്? ഈ പോലെ അക്ഷരമല്ല, അതിന് പകരം ഒരു ചിഹ്നമാണ്. അങ്ങനെ ചിഹ്നങ്ങൾ വരുന്ന കൂട്ടക്ഷരവും ഉണ്ട്. യ, വയ്യ, തയ്യൽ, കയ്യാല എന്നൊക്കെ എഴുതാനായിട്ടുള്ള യ, 2 യ ചേർന്ന ചിഹ്നം. ഇനി അതുപോലെ തന്നെ 2 വ ചേർന്നാലും ഈ ചിഹ്നം കിട്ടും. 2 വ, 2 ച, ഇതിനൊക്കെ ച, വ, ബ എന്നൊക്കെ ഉള്ളതിന് ഈ ചിഹ്നം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇവിടെ ആണെങ്കിലും അക്ഷരങ്ങളുണ്ട് കേട്ടോ. നമുക്ക് കുറേശ്ശെ പറയാം. ടീച്ചർ ഈ ചന്ദ്രക്കലിന്റെ പ്രാധാന്യം ഒന്നിച്ചവതരിപ്പിക്കുന്നു മാത്രം കേട്ടോ. ഇനി 2 ല ചേർന്നപ്പോ നോക്കിയേ, എന്താ കിട്ടിയത്? ഇതിന് പറയുന്നത് ഇല്ല. ഇത് ഇല്ല എന്നുള്ളത് ഈ ലാക്ക് മാത്രമേ ഉള്ളൂ. 2 ല ചേരുമ്പോൾ ഈ ചിഹ്നം വരുന്നത്. മുല്ല, കല്ല്, പല്ല് എന്നൊക്കെ ഉള്ളതിന്റെ ഇല്ല. പക്ഷേ 2 ല ചേർന്നപ്പോൾ ഈ ചിഹ്നം വന്നെങ്കിൽ ലായുമായി ഏതക്ഷരം ചേർന്നാലും വരുന്ന ചിഹ്നവും ഇത് തന്നെയാണ്.
ചേരുന്നത് ആരോടെ ള. പ്ലാവ്, മ്ലാവ്, ഗ്ലാസ്, ക്ലാസ് അങ്ങനെയുള്ള ഭാഗത്ത് വരുന്ന ചിഹ്നം. അപ്പൊ ളായുമായി ആര് ചേർന്നാലും കിട്ടുന്ന ചിഹ്നം ഏതാ? ഈ ചിഹ്നം പറയുന്നത് തന്നെ ളാ ചിഹ്നം എന്നാണ്. ളാ ചിഹ്നമാണ്. അപ്പൊ ഇതോ ഇത് ലായല്ലേ, ഇല്ല അല്ലേ? അപ്പൊ അതിന്റെ ചിഹ്നം ഇത് തന്നെയാണ്. അപ്പൊ ചില ചില വ്യത്യാസങ്ങൾ, വേരിയേഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉറപ്പിച്ചങ്ങ് പോകേണ്ടി വരും കേട്ടോ. ഇനി റായുമായിട്ടാണെങ്കിലോ, റായുമായെങ്കിൽ നോക്കിക്കേ, റായുമായിട്ട് ചേർന്നപ്പോഴുള്ള പ്രത്യേകത പ പ റ, ഇതിനെ പറയുന്നത് പ്രായങ്ങളാണ്. ഈ പ്ര നോക്കിക്കേ, കണ്ട റായുടെ ഇടതുഭാഗം, ഈ ഭാഗം അക്ഷരത്തിന്റെ ഇടതുഭാഗത്ത് കുറച്ച് ഇറക്കി എഴുതണം. മറ്റേതൊക്കെ നമ്മൾ അവിടെ തന്നെയൊക്കെ ഇട്ടത്. പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ രണ്ട് പായാണെങ്കിൽ, രണ്ട് പായാണെങ്കിൽ പ എന്നുള്ള താഴ്ത്താണ് എഴുതുന്നത് കേട്ടോ. അത് താഴത്തേക്കാണ്. പക്ഷെ ഇവിടെ ഈ ചിഹ്നമാണ് വരുന്നത്. അവിടെ എല്ലാം അക്ഷരങ്ങൾ, ഇവിടെ ചിഹ്നം, ഇവിടെ ചിഹ്നം, ഇവിടെ ചിഹ്നം. പ്രായക്കാണെങ്കിൽ ഈ ചിഹ്നം വരുന്നത് രണ്ട് വര എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഇടതുഭാഗത്ത്, റായുടെ ഇടതുഭാഗം രണ്ട് വരയുടെ താഴേക്ക് വരണം. മനസ്സിലായില്ലേ? ക്ര, ച്ര, ട്ര, ത്ര. അപ്പൊ എന്തുമായിട്ടാണ് ചെയ്യുന്നത്? റ. റായുമായി ചേരുമ്പോൾ റായുടെ പകുതി, പക്ഷെ അത് ഇടതുഭാഗത്ത്, അക്ഷരത്തിന്റെ ഇടതുഭാഗത്ത് വേണം ചേർക്കാനായിട്ട്. ഓക്കെ. ഇനി അടുത്തത് വ. വായുമായിട്ട് ചേരുമ്പോ നോക്കിക്കേ, നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ വായുമായിട്ട് ചേർന്നപ്പോ? ത, ത, വ. ഇത് പറഞ്ഞത് ത്വ, ത്വ. അത് ഈ വായുടെ വലതുഭാഗം അക്ഷരത്തിന്റെ വലതുഭാഗത്ത് ചേർത്ത് രണ്ടുപേരെയും കുറച്ച് താഴ്ത്തി എഴുതുക. നോക്കിയേ, കാണാൻ പറ്റുന്നില്ലേ? വാ, അതിന്റെ വലതുഭാഗം, അത് അക്ഷരത്തിന്റെ വലതുഭാഗത്ത് രണ്ടുപേരെയും താഴ്ത്തി എഴുതുക. അതാണ് വാച്ചിഹ്നം. ഇതിന് പറയുന്നത് വാച്ചിഹ്നം. വായുടെ ഒരു ഭാഗം ഇതിന്റെ അകത്തില്ലേ? ഓക്കെ. ഇനി അടുത്തത് എന്താ നോക്കിയേ, യാചിഹ്നം. ഏത് അക്ഷരം യായുമായി ചേരുമ്പോൾ ഈ യായുടെ ഒരു ചെറിയ ഭാഗം നോക്കിയേ, യാ എഴുതിയപ്പോ ഈ ഭാഗം കണ്ടില്ലേ? അത് രണ്ടുപേരുടെ താഴത്തോട്ട് ഇറക്കി എഴുതുന്നതാണ് യാ ചിഹ്നം. അങ്ങനെ ഗ്യാസ് ഇല്ലേ? പിന്നെ യാ ചിഹ്നം വരുന്നതൊക്കെയാണ് വ്യാസം, ക്യാരറ്റ് എന്നൊക്കെ എഴുതുമ്പോ നമുക്ക് ഈ ചിഹ്നം ഉപയോഗിക്കേണ്ടി വരും. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നമ്മൾക്ക് ഇനി നമ്മൾ ക്ലാസ്സുകൾ തുടർന്ന് പോകുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഭാഗമാണത് കേട്ടോ. ടീച്ചർ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, കാണിച്ചുതരാം. അക്ഷരങ്ങൾ ഹായുമായി ചേരുമ്പോൾ കടുപ്പത്തിലുള്ള അക്ഷരമാകും, ഊന്നൽ കൊടുക്കുന്ന അക്ഷരമാകും. ക, ക, ഹ, ഘ, ഘ, ഛ, ഛ, ഹ, ഛ, ട, ട, ഹ, ഠ, ത, ത, ഹ, ഥ, പ, പ, ഹ, ഫ, ഗ, ഗ, ഹ, ഘ, ച, ച, ഹ, ഛ, ഡ, ഡ, ഹ, ഠ, ദ, ദ, ഹ, ഥ, ബ, ബ, ഹ, ഫ. പറഞ്ഞില്ലേ, ഇത് നമ്മൾ പഠിച്ച അക്ഷരങ്ങളെയൊക്കെ ഒന്ന് ഗ്രൂപ്പ് തിരിക്കണം എന്ന്. ആ ഗ്രൂപ്പ് തിരിക്കുമ്പോൾ നമുക്ക് അക്ഷരങ്ങൾ ഹായുമായി ചേരുന്ന ആ പ്രത്യേക ഭാഗത്തിലൂടെ കടന്നുപോയാലേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ടീച്ചർ അത് എടുക്കുന്നതിന് മുൻപ് ചന്ദ്രകലയെ കുറിച്ച് പഠിപ്പിച്ചിട്ട് അതെടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അപ്പൊ ഹായുമായി ചേർന്നപ്പോൾ നമ്മൾ 10 ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടം വരെ നമ്മൾ ഒരുപോലത്തെ അക്ഷരമാണ്, 5 വരെ ഒരേപോലത്തെ അക്ഷരം, ഒരേപോലത്തത്, ഒരേപോലത്തത്. അതിലിവിടെ എല്ലാ അക്ഷരങ്ങൾ കിട്ടിയപ്പോൾ ഇതിന് ഉദാഹരണങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ചിഹ്നമായിട്ട് വന്ന്, പിന്നെ പ്രത്യേകം അക്ഷരങ്ങളായിട്ട് വന്ന് വേറെ ചിഹ്നം വരുന്നത്, ഒരുപോലത്തെ ചിഹ്നം വരുന്നത്. ലായുമായി ചേരുമ്പോൾ എപ്പോഴും ഈ ചിഹ്നമേ വരുള്ളൂ. ആ ചിഹ്നം തന്നെയാണ് 2 ലാകൾ ചേരുമ്പോൾ കിട്ടുന്ന ചിഹ്നവും. അപ്പൊ നോക്കിയേ, ല, ഈ ചിഹ്നത്തിന് പറയുന്നത് ലാ ചിഹ്നം തന്നെയാണ്. ഇതിന് റാ ചിഹ്നം, ഇത് വാ ചിഹ്നം, ഇത് യാ ചിഹ്നം. പക്ഷെ ഇവിടെ ഹാ ചിഹ്നമാണോ? അല്ല. ഇവിടെ എന്താണ്? ഊന്നൽ കൊടുക്കുന്ന ശബ്ദത്തോടു കൂടി അക്ഷരം കിട്ടും. ഇപ്പൊ ടീച്ചർ കുറെ അക്ഷരങ്ങൾ കാണിച്ചു തന്നില്ലേ? ഊന്നൽ. അപ്പൊ ഹായുമായിട്ട് ചേരുമ്പോൾ ഊന്നൽ കൊടുക്കുന്ന അക്ഷരങ്ങൾ കിട്ടും. അത്രയും കഴിഞ്ഞു, 10 വാക്ക് കഴിഞ്ഞു. ഈ 11ാമത്തത് 2 വ്യത്യസ്ത അക്ഷരങ്ങൾ ചേരുമ്പോൾ നമ്മൾ ഈ ചന്ദ്രകല അങ്ങോട്ട് മാറ്റിയിട്ട് അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്ത് ചെറിയൊരു ഭാഗം കളയേണ്ടി വരും.
അതാണ് നമ്മുടെ കൂട്ടക്ഷരങ്ങൾക്ക് കുറേ വാക്കുകളുണ്ട്. കൂട്ടക്ഷരങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ചന്ദ്രക്കല ഉപയോഗിച്ച് രണ്ടക്ഷരം ചേർത്ത് ഒറ്റ വാക്കാകുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ സമയലാഭം, സ്ഥലം ലാഭം. ഇപ്പൊ മഞ്ചാടി, മഞ്ജുവാര്യർ, വക്താവ്, രത്നം, പത്നി, ഇതിനെല്ലാം രക്തം, ശക്തിമാൻ, ഇതിനൊക്കെ നമ്മൾ കൂട്ടക്ഷരങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചന്ദ്രക്കല എന്നുള്ള ചിഹ്നം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ രണ്ടക്ഷരങ്ങളെ ചേർത്ത് പുതിയ അക്ഷരം ഉണ്ടാക്കുന്നതും പുതിയ ചിഹ്നങ്ങൾക്ക് രൂപം കൊടുക്കുന്നതും പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കാനായിട്ടുള്ള സമയം കണ്ടെത്തുന്നത്. അപ്പൊ ഇത് വിശദമായിട്ടുള്ള ക്ലാസ് ടീച്ചർ അടുത്ത ദിവസങ്ങളിൽ എടുക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഇത് എടുക്കാനുള്ള കാരണം നമുക്ക് ഈ ഒരു ഭാഗം പ്രത്യേകം ഊന്നൽ കൊടുക്കാനാണ്. അപ്പൊ അവിടെ നമ്മൾ ചന്ദ്രക്കല ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ മുമ്പ് എനിക്ക് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്, ചന്ദ്രക്കലക്കുള്ള പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഞാൻ ക്ലാസ് ഒക്കെ എടുത്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് ചന്ദ്രക്കലയ്ക്ക് ഭയങ്കര ഒരു റോള് മലയാള ഭാഷയിൽ ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ് എടുത്തത്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഈ പഠിച്ച അക്ഷരങ്ങളെ നമ്മൾ ഈ ചന്ദ്രക്കല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇനി ഗ്രൂപ്പ് തിരിക്കാൻ പോകുന്നത്. അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്നേ സ്വാഗതം നൽകുന്നത് ടീച്ചർ. ഓക്കെ, ബൈ ബൈ.